1-ാം നൂറ്റാണ്ടിൽ ഒരു ഇസ്രായേലി റബ്ബി ഒരു പ്രസ്ഥാനം ആരംഭിച്ചു. പുരാതന തിരുവെഴുത്തുകളായിരുന്ന തോറയെയും പ്രവചനങ്ങളെയും അത് പൂർത്തിയാക്കിയെന്ന് അവൻ പറഞ്ഞു. നസ്രയനായ യേശു ഈ പ്രസ്ഥാനത്തെ ഒരു നല്ല ലോകം ക്രമപ്പെടാൻ അതിയായ ആശയോടെയിരുന്ന അശക്തരുടെയും രോഗികളുടെയും ദരിദ്രരുടെയും ഇടയിൽ അവതരിപ്പിച്ചു. അവൻ ഈ ആളുകളെ സമൂലമായ സമാധാനം ഉണ്ടാക്കുന്നതിലേക്കും മഹാമനസ്കതയിലേക്കും ക്ഷണിച്ചു. മാത്രമല്ല, ഈ പ്രസ്ഥാനത്തെ ദൈവരാജ്യത്തിന്റെ വരവ് എന്ന് വിളിച്ചു. അപ്പോൾ സ്വർഗരാജ്യം അഥവാ ആകാശങ്ങളുടെ രാജ്യം എന്നതുകൊണ്ട് യേശു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാമോ? ശരി, ബൈബിളിൽ ആകാശങ്ങൾ അഥവാ സ്വർഗം എന്നത് ദൈവത്തിന്റെ മണ്ഡലത്തിന്റെ ഒരു ആത്യന്തിക സാദൃശ്യമാണ്. അതിനാൽ സ്വർഗരാജ്യം ഭൂമിയിൽ വരിക എന്ന് വെച്ചാൽ ദൈവത്തിന്റെ നന്മ ഇവിടെ ഭൂമിയിൽ മരണത്തെയും അക്രമത്തെയും മറികടക്കുന്നതാണ്. വാസ്തവത്തിൽ ബൈബിൾ കഥ ആരംഭിക്കുന്നത് ഭൂമിയിൽ ഈ രീതിയിലുള്ള സ്വർഗരാജ്യം എന്ന നിലയിലാണ്. ശരിയാ, ഏദൻ തോട്ടം. അതെ, ദൈവത്തോടൊപ്പം നടന്ന് അവന്റെ സ്നേഹത്തിൽ ഒരുമിച്ച് ഒരു ഭവനം പണിയുന്നു. ജീവിത രീതി എന്നാൽ ഇതാണ്. എന്നാൽ ഒരു വാതിലും വഴിയും ഏതിനു പുറത്തുണ്ടായിരുന്നു. അത് ദൈവത്തിന്റെ ജീവനിൽ നിന്നും ദൂരത്തേക്ക് നയിച്ചു. ആരെങ്കിലും എന്തിന് ആ വഴി തിരഞ്ഞെടുക്കണം? അതായത്, ഒരു വഞ്ചകനായ ജീവി തോട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ഈ ഒരു എളുപ്പവഴിയിലൂടെയും നല്ല ജീവിതം കണ്ടെത്താൻ കഴിയുമെന്നും മനുഷ്യരോട് പറഞ്ഞു. പക്ഷേ ഈ വഴി അക്രമത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്നു. ശരിയാണ്. അങ്ങനെ തോറയും പ്രവാചകന്മാരും ദൈവം ഇസ്രായേൽ എന്ന കുടുംബത്തെ തിരഞ്ഞെടുക്കുന്ന കഥ പറയുന്നു. അതിൽ ദൈവം അവർക്ക് ഒരിക്കൽ കൂടി എങ്ങനെ അവർക്ക് ദൈവസാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാമെന്നും ദൈവത്തിന് അവരുടെ കൂടെ വന്ന് വസിക്കാവുന്ന ഭവനങ്ങളും സമൂഹങ്ങളും പണിയാമെന്നും എങ്ങനെ അവർക്ക് ബാക്കിയുള്ള ലോകത്തിന് ദൈവത്തിന്റെ ജീവനിലേക്ക് മടങ്ങി വരാമെന്നുള്ള വഴി വരച്ചു കാട്ടാമെന്നും വിവരിക്കുന്ന തന്റെ തോറയും നിർദ്ദേശങ്ങളും നൽകി. എന്നാൽ ദൈവത്തിന്റെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഇസ്രായേലും ചതിക്കപ്പെട്ടു. അങ്ങനെ അവർ മറ്റേ വഴി തിരഞ്ഞെടുത്തു. അതെ, ദൈവത്തിനു വേണ്ടി സംസാരിക്കുന്നു എന്നവകാശപ്പെട്ട അവരുടെ സ്വന്തം പ്രവാചകന്മാരാലും നേതാക്കന്മാരാലും ഇസ്രായേൽ വഞ്ചിക്കപ്പെട്ടു. പ്രവാചകനായ യെഹെസ്കേൽ അവരെ ചെന്നായ്ക്കൾ എന്ന് വിളിച്ചു. അവർ തെറ്റായ വഴി തിരഞ്ഞെടുക്കുക മാത്രമല്ല, മറ്റുള്ളവരെയും അതിനായി പ്രേരിപ്പിക്കുന്നു. ശരി, പക്ഷേ ദൈവരാജ്യം തന്നിലൂടെ എത്തിച്ചേർന്നുവെന്ന് യേശു അവകാശപ്പെടുന്നു. ശരിയാണ്. ശരിയായ പാത തിരഞ്ഞെടുക്കുന്ന ഇസ്രായേലിന്റെ ഒരു പുതിയ കൂട്ടത്തെ യേശു സൃഷ്ടിക്കുന്നു. അവർ ഈ വിളിയെ സ്വീകരിക്കുകയാണെങ്കിൽ വഞ്ചകരെ നിരസിക്കുകയും എന്നേക്കും നിലനിൽക്കുന്ന എന്തെങ്കിലും നിർമ്മിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഗിരിപ്രഭാഷണത്തിന്റെ ഈ അവസാന ഭാഗത്തിൽ യേശു ഒരു തെരഞ്ഞെടുപ്പിനെ അവതരിപ്പിക്കുന്നു. ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പിൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. യേശു വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു, ജീവിതത്തിലേക്കുള്ള പാത എളുപ്പമുള്ളതല്ല. ചില സമയങ്ങളിൽ അത് പരിമിതമായി തോന്നാം. നിങ്ങൾക്ക് പ്രയാസമേറിയ പരീക്ഷകൾ അഭിമുഖീകരിക്കേണ്ടി വരാം. എന്നാൽ വാസ്തവത്തിൽ ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ജീവന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ ഉണ്ടായിരിക്കും, അല്ലേ? അതെ, അഥവാ യേശു ഈ പറയുന്നത് പോലെ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ അവർ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. ശരിയാണ്, പക്ഷേ അവർ വേഷം മാറി വന്നാൽ ചെന്നായ്ക്കളാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അതായത് യേശു ഇങ്ങനെ പറയുന്നു, അവർ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ തിരഞ്ഞെടുപ്പുകൾ തങ്ങൾക്കോ മറ്റുള്ളവർക്കോ ജീവനും അഭിവൃദ്ധിയും ഉളവാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയും. ഫലം എന്നാൽ ഒരാളുടെ തീരുമാനങ്ങളുടെ അനന്തരഫലവും അവരുടെ ജീവിത രീതിയുമാണ്. അതെ, രോഗാതുരമായ ഫലം പുറപ്പെടുവിക്കുന്ന തരത്തിലുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദൈവത്തിന്റെ പുതിയ യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുകയില്ല. ശരിയാണ്, പക്ഷേ ജീവിതം അതിനേക്കാൾ സങ്കീർണമാണ്. ആളുകളെയും എന്നെ തന്നെയും കബളിപ്പിക്കാൻ എനിക്ക് ആവശ്യമായ നല്ല ഫലം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമായിരിക്കാം കുറച്ചു കാലത്തേക്ക്. എന്നാൽ നീ ദൈവത്തെ കബളിപ്പിക്കില്ല. യേശു ഈ പറയുന്നത് പോലെ, കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഒരാൾക്ക് യേശുവിന്റെ പ്രവൃത്തികൾ അനുകരിക്കാനും എന്നാൽ ഒരിക്കലും യേശുവിനാൽ അറിയപ്പെടാതിരിക്കാനും കഴിയുമോ? അതായത് ഓർക്കുക, തെറ്റായ കാരണങ്ങൾക്ക് വേണ്ടി ശരിയായ കാര്യം ചെയ്യുന്നതിനെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകി. നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും വേർപെട്ടാൽ യേശു വാഗ്ദാനം ചെയ്യുന്ന ജീവൻ നൽകുന്ന യേശുവുമായുള്ള അടുത്ത ബന്ധം നഷ്ടപ്പെടും. യേശുവുമായുള്ള ഒരു ബന്ധമോ? നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പല്ല യേശു ഇവിടെ അവതരിപ്പിക്കുന്നത്. നാം എങ്ങനെ അവനോട് പ്രതികരിക്കുന്നു എന്നതാണ് തിരഞ്ഞെടുപ്പ്. ദൈവത്തിന്റെ വഴികളുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നതിന് നമ്മുടെ വഴികളെ രൂപാന്തരപ്പെടുത്താൻ നാം അവനെ അനുവദിക്കുമോ, അഥവാ
അവൻ അടുത്തതായി പറയുന്നത് പോലെ നാം എവിടെയാണ് നമ്മുടെ ഭവനം പണിയാൻ പോകുന്നത്? മണലിലോ അതോ പാറമേലോ? അത് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സാദൃശ്യമാണ്, പക്ഷെ യാദൃച്ഛികമാണ്. യഥാർത്ഥത്തിൽ അല്ല. എബ്രായ തിരുവെഴുത്തുകളിൽ ദൈവത്തിന്റെ ഭവനം എന്നത് യെരുശലേമിലെ പാറകൾ നിറഞ്ഞ കുന്നിൻമുകളിലെ ദൈവാലയത്തെ ചിത്രീകരിക്കുന്ന ഏറ്റവും സാധാരണമായ പദമാണ്. ഏദൻ തോട്ടത്തിലെ പോലെ ഇവിടെ ഭൂമിയിൽ ദൈവത്തിന്റെ സ്വർഗീയ സാന്നിധ്യത്തിന് വസിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ ദൈവത്തിന്റെ അനുയായികൾക്ക് എങ്ങനെ നിർമ്മിക്കാൻ കഴിയുമെന്നതിന്റെ ഒരു സാദൃശ്യമാണിത്. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ആകയാൽ എന്റെ വചനങ്ങളെ കേട്ടു ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് വസിക്കാൻ കഴിയുന്നതും ഏതിന് ജീവൻ പകരാൻ കഴിയുന്നതുമായ സ്ഥലങ്ങൾ നിർമ്മിക്കുക. കാരണം ആത്യന്തികമായി ആ സ്ഥലങ്ങളാണ് എന്നേക്കും നിലനിൽക്കുന്നത്. അതെ, പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ യേശു പറഞ്ഞതുപോലെ മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അങ്ങനെ എല്ലാവരും കാണത്തക്ക നിലയിൽ ആ വെളിച്ചം പ്രകാശിക്കട്ടെ. എല്ലാ ദിശയിൽ നിന്നും വലയം ചെയ്യുന്ന അക്രമത്തിന്റെയും മരണത്തിന്റെയും നടുവിൽ ദൈവത്തിന്റെ ജ്ഞാനത്താലും സ്നേഹത്താലും സമാധാനത്തിന്റെയും നീതിയുടെയും സമൂഹങ്ങൾ നിർമ്മിക്കുന്ന ഒരു പുതിയ മാനവരാശിയെയാണ് യേശു വിവരിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിന്റെ എല്ലാ പഠിപ്പിക്കലുകളിലും ഇത് എങ്ങനെയായിരിക്കുമെന്നുള്ള ഒരു ശക്തമായ ദർശനം നമുക്ക് നൽകിയിട്ടുണ്ട്. തന്റെ ജീവകാലം മുഴുവനും യേശു ജീവിച്ചത് ആ ദർശനമായിട്ടാണ്. അങ്ങനെ അവൻ തന്റെ അനുയായികൾക്ക് അത് തന്നെ ചെയ്യുവാനുള്ള തിരഞ്ഞെടുപ്പിനെ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാകുന്നു.